കഴിഞ്ഞ 17 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ സമരമുറകളുമായി പ്രതിഷേധത്തിലാണ് വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ സമരരംഗത്തുള്ള 3 വനിതാ CPO ഉദ്യോഗാർത്ഥികൾക്കുൾപ്പെടെ 45 പേർക്ക് നിയമന ശുപാർശ നൽകിയിരിക്കുകയാണ്. വിവിധ വിഭാഗങ്ങളിലായി 45 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് നിയമന ശുപാർശ. അതേസമയം നിയമന ശുപാർശ കിട്ടാത്തവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുകയാണ്. പ്രതീകാത്മക ബാലറ്റ് പെട്ടിയിൽ വോട്ട് ചെയ്താണ് ഇന്നത്തെ പ്രതിഷേധം. വിവരങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നുണ്ട്. മേഘ്ന, ഈ 45 പേർക്ക് നിയമന ശുപാർശ, അതിൽ തന്നെ ഈ സമരത്തിൻ്റെ ഭാഗമായുള്ള 3 പേർക്ക് 2 ദിവസം മുമ്പ് നിയമന ശുപാർശ കിട്ടിയിട്ടുണ്ട്. അവർ പോവുകയും ചെയ്തു, സമരത്തിൽ നിന്ന് അവർ മാറുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യം ഇപ്പോഴും കഷ്ടം. പ്രതിഷേധം തുടരുന്നു. ഇന്നത്തെ പ്രതിഷേധം എങ്ങനെയായിരുന്നു മേഘ്ന? റിജിത്ത്, വനിതാ CPO റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ്. അവർക്ക് മുന്നിലുള്ളത് മണിക്കൂറുകൾ മാത്രമാണ്. നാളെ ഏപ്രിൽ 19 ഇവരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി 967 പേർ ഉൾപ്പെടുന്ന ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. അതോടുകൂടി തന്നെ ഇവർ ഇനി ഇവിടെ സമരം തുടരുന്നതിലോ അല്ലെങ്കിൽ ഇനി വിവിധ സമരമുറകളുമായി മുന്നോട്ട് വരുന്നത് കൊണ്ടോ യാതൊരുവിധ പരിഹാരവും ഉണ്ടാകുന്നില്ല. അതിലൊരു പ്രശ്ന പരിഹാരത്തിലേക്കോ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ, നിയമ കാലാവധി അത് പരമാവധി ആൾക്കാർക്ക് നിയമനം നൽകുക എന്നുള്ളവരുടെ ആവശ്യം നാളെ കൊണ്ട് ഈ സമരമുറകളൊക്കെ ഇവർക്ക് അവസാനിപ്പിക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് ഇവർ പ്രധാനമായും പറയുന്നത്. നമ്മൾ ഇവരോട് സംസാരിക്കുമ്പോഴടക്കം ഇവർക്ക് ഇനി നാളെ എന്തെങ്കിലും തരത്തിലൊരു സമരമുറയുമായി മുന്നോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനവർക്ക് കാര്യമില്ല. അതായത് ഇനിയൊരു സമരമാർഗവുമായി മുന്നോട്ട് വരുന്നത് കൊണ്ട് കാര്യമില്ല. നാളെ 12 മണിയോടുകൂടി തന്നെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുമെന്നുള്ളതാണ്. അതിൽ കഴിഞ്ഞ 17 ദിവസമായി ഇവർ ഇവിടെ സമരം ചെയ്യുന്നത്. പലതരത്തിലുള്ള ആളുകൾ, പല എണ്ണത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ ഇവിടെ വന്ന് സമരം ചെയ്യുന്നു. അത് പലതരത്തിൽ മുന്നേ സമരം ചെയ്ത് പരിചയമില്ലാത്ത 26 വയസ്സിൽ താഴെ മാത്രമുള്ള പെൺകുട്ടികളാണ്. അതുകൊണ്ട് അവർ പലതരത്തിലും സമരം ചെയ്യുന്നു. അത് പല സമരമുറകൾ നമ്മൾ കണ്ടു. പക്ഷേ അതിലൊന്നും സർക്കാർ അറിയുന്നില്ല. സർക്കാരിൻ്റെ ഭാഗം ഇപ്പോഴും എന്ന് പറയുന്നത് അത് പ്രായോഗികമല്ല. ഇത്രയും ആൾക്കാർക്ക് ഈ ഒരു നിയമനം നൽകുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഇന്ന് 45 പേർക്ക് ഒരു അഡ്വൈസ് മെമ്മോ വരികയും അതിൽ 3 പേരാണ് ഈ സമരരംഗത്ത് ഉണ്ടായിരുന്നവരായിട്ട് ഇപ്പോൾ നിയമന ശുപാർശ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവർ നാളെ മാധ്യമങ്ങളെ കാണുമെന്ന് നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവർ ഇനിയൊരു സമരം ചെയ്യുന്നത് കൊണ്ടോ സമരത്തിലേക്ക് അല്ലെങ്കിൽ ഇനിയൊരു സമരമുറ പരീക്ഷിക്കുന്നതിൽ കാര്യമില്ല. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലതരത്തിലുള്ള സമരങ്ങൾ, അത് ഒരു സഹന സമരം എന്ന രീതിയിൽ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിലൊന്നും ഫലമില്ലാതാകുന്നു. ഒരു അറ്റം ആശയറ്റ, പ്രതീക്ഷയറ്റ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെയാണ് നമുക്കിന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണാനാകുന്നത്. മേഘ്ന മുരളി വിവരങ്ങൾ നൽകുകയായിരുന്നു. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാളെ അവസാനിക്കുകയാണ്. ഇനി സമരവുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. ഇന്നുകൂടി സമരരംഗത്ത് അവർ തുടരും. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാവുന്നതുവരെ സമരരംഗത്ത് തുടരും എന്നാണ് ഉദ്യോഗാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. മേഘ്ന മുരളി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.